കല്യാണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഈ പോകാൻ പോകുന്നത്. എന്ത് തട്ടിപ്പ് നടന്നാലും നമ്മളുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് പോലീസ് തന്നെയാണ്. പക്ഷേ പോലീസിനും ചില സമയത്ത് അബദ്ധം പറ്റാം. കല്യാണ തട്ടിപ്പുകൾ തുടർച്ചയായി ഉണ്ടാകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അന്വേഷണ മികവ് കൊണ്ട് എല്ലാവരുടെയും പ്രശംസ നേടിയ ഒരു IPS ഉദ്യോഗസ്ഥയുണ്ട്. പേര് ശ്രേഷ്ഠ താക്കൂർ എന്നാണ്. അവരെ ലേഡി സിംഹം എന്നാണ് അറിയപ്പെടുന്നത്. ആ ഉദ്യോഗസ്ഥയും കല്യാണ തട്ടിപ്പിന് ഇരയായിരിക്കുകയാണ്. ഇപ്പോൾ ശ്രേഷ്ഠ താക്കൂറിനെ കബളിപ്പിച്ചത് IRS ഉദ്യോഗസ്ഥർ ചമഞ്ഞെത്തിയ ഒരു യുവാവാണ്. അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെയുള്ളത്. അർജുൻ, അത്ഭുതപ്പെടാനായിട്ടൊന്നുമില്ല. ഏതൊരു പോലീസുകാരനും അബദ്ധം പറ്റാവുന്നതാണ്. അവിടെയാണ് ഇതും സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ശരിക്കും ഉണ്ടായത്? ഈ ശ്രേഷ്ഠയ്ക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു അബദ്ധം ഉണ്ടാകുന്നത്? പൂജ, ഒരു മാട്രിമോണിയൽ തെഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും ഒരു കല്യാണ തട്ടിപ്പ് അല്ലെങ്കിൽ പറഞ്ഞു പറ്റിച്ചു എന്നുള്ള ഉപരി ഒരു ഐഡന്റിറ്റി തെഫ്റ്റാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു IRF ഉദ്യോഗസ്ഥനുണ്ട്, രോഹിത് രാജ് എന്ന് തന്നെയാണ് പേര്. അയാളുടെ ഐഡന്റിറ്റി മോഷ്ടിച്ചുകൊണ്ട് താനാണ് യഥാർത്ഥ ഈ രോഹിത് രാജ് എന്ന പേരുള്ള IRS ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയാണ് ഈ മാട്രിമോണിയൽ സൈറ്റിലൂടെ ഈ ശ്രേഷ്ഠയെ പരിചയപ്പെടുന്നതും പിന്നീട് വിവാഹം ചെയ്യുന്നതും എല്ലാം തന്നെ. 2018 ഇരുവരും ഈ മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെടുന്നതും പിന്നാലെ വലിയ അന്വേഷണങ്ങളൊന്നും തന്നെ ഇല്ലാതെ, അതായത് നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിലും കുടുംബപരമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവും ഈ വിവാഹം കഴിക്കുന്നതിന് മുൻപ്. അതൊന്നും തന്നെ ഇല്ലാതെ ഇവർ വിവാഹത്തിലാകുന്നു. പിന്നീട് വിവാഹത്തിന് ശേഷം ഈ ശ്രേഷ്ഠയുടെ വീട്ടുകാർ ചെന്ന് അന്വേഷിച്ച സമയത്താണ് യഥാർത്ഥ രോഹിത് രാജ് എന്ന് പറയുന്ന IRS ഉദ്യോഗസ്ഥൻ മറ്റൊരാളാണ്. ഈ ശ്രേഷ്ഠയെ വിവാഹം ചെയ്തിരിക്കുന്നത് യഥാർത്ഥ വ്യക്തിയല്ല, അത് മറച്ചു വെച്ച് അല്ലെങ്കിൽ മറ്റൊരു ഐഡൻറ്റിറ്റിയിലാണ് ഇയാൾ വിവാഹം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നതും ഈ റാഞ്ചിയിലെ ഒരു ഡെപ്യൂട്ടിയാണ് ഈ നിലവിലെ IRS ഉദ്യോഗസ്ഥൻ എന്നുള്ള വ്യാജേനയാണ് ഇയാളെ ഈ ശ്രേഷ്ഠയെ IPS ഉദ്യോഗസ്ഥയെ വിവാഹം ചെയ്യുന്നതും. പിന്നീട് 2 വർഷത്തോളം തന്നെ ഇവർ ഈ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നത്. പക്ഷേ ഈ വിവാഹ ജീവിതത്തിന് യാതൊരു കോട്ടം സംഭവിക്കാതിരിക്കാൻ ആദ്യം ഇത് മറച്ചു വെക്കുകയായിരുന്നു. പക്ഷേ തൻ്റെ പേര് പറഞ്ഞ്, അതായത് ശ്രേഷ്ഠയുടെ പേര് പറഞ്ഞ് പലരെയും കബളിപ്പിക്കാൻ, നിരവധി ലക്ഷങ്ങളടക്കം തട്ടിയെടുക്കാൻ വേണ്ടി ഈ കള്ളപ്പേരിൽ, രോഹിത് രാജ് എന്ന കള്ളപ്പേരിൽ വിവാഹം ചെയ്ത ആൾ മുതിർന്നതോടെ വിവാഹമോചനം നേടുന്നു. എന്നിട്ടും ശ്രേഷ്ഠയുടെ പേര് പറഞ്ഞ് പല ആളുകളെ പറ്റിക്കാൻ തുടങ്ങി. അതോടെയാണ് ഈ IPS ഉദ്യോഗസ്ഥർ ലേഡി സിംഗം എന്ന് വിളിപ്പേരുള്ള ഈ ശ്രേഷ്ഠ താക്കൂർ പോലീസിൽ പരാതി നൽകുകയും പിന്നാലെ ഈ രോഹിത്തിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൃത്യമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ചെയ്തിരിക്കുന്ന ഓരോ തട്ടിപ്പിന്റെയും വിവരങ്ങൾ തോണ്ടിയെടുത്ത് അല്ലെങ്കിൽ പരിശോധിച്ചുകൊണ്ട് വലിയൊരു തട്ടിപ്പുകാരനാണ് എന്നുള്ളതാണ് അർജുൻ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിലാണ് ഈ ഒരു ശ്രേഷ്ഠ താക്കൂർ പോലും ചെന്നപ്പെട്ടത്. എന്ത് ചെയ്യാൻ പറ്റും? ആരായാലും തട്ടിപ്പിനിരയാകാം. അപ്പോൾ ഇതിലെല്ലാം ചെന്ന് വീഴാതെ നമ്മൾ തന്നെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക, അത് മാത്രമേ ചെയ്യാനുള്ളൂ. ശരി അർജുൻ.